പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അധികം മനുഷ്യരില്ലാത്ത ഒരു ഗ്രാമം. അവിടെ മലമുകളിൽ ഒരു എഴുത്തുകാരൻ്റെ ചെറിയ വീടുണ്ട്. അവധിക്കാലത്ത് മാത്രമേ അയാൾ വരൂ. അങ്ങനെ ഒരവധിക്കാലം ചെലവിട്ട് മടങ്ങുകയാണ് അയാൾ. താഴ്വരയിൽ പരിചയമുള്ളൊരു പാവം വൃദ്ധയുണ്ട്. അവരുടെ കുടിലിലെത്തി യാത്ര പറയുമ്പോൾ ആ അമ്മയുടെ മുഖം വാടി. പിന്നെ പറഞ്ഞു, ഓരോ രാത്രിയും നിങ്ങൾ ഉമ്മറത്ത് തൂക്കിവെച്ചിരുന്ന ആ വിളക്ക് എനിക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. ഇവിടെ നിന്ന് അത് കാണുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. എനിക്കു വേണ്ടി ഒരു വെളിച്ചം കത്തുന്ന പോലെ. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ആ അമ്മയ്ക്കു വേണ്ടി തൻ്റെ വീട്ടുപടിയിൽ എന്നും വിളക്ക് തൂക്കാൻ ഒരാളെ ഏൽപ്പിച്ചാണ് ആ നല്ല മനുഷ്യൻ യാത്ര പറഞ്ഞത്. ഒറ്റയ്ക്കല്ലെന്ന് തോന്നിക്കാൻ ഇങ്ങനെയൊരു വെളിച്ചം ഏതൊരു മനുഷ്യനും കൊതിക്കുന്നു. അങ്ങനെയൊരാളെ ആയുസ്സിൻ്റെ ഓരോ പടവിലും നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. കാരണമൊന്നുമില്ലാത്ത സ്നേഹം കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരാൾ, നമ്മളെ നമ്മളായി തന്നെ സ്വീകരിക്കുന്ന ഒരാൾ, എത്രയും അറിയുന്ന, എന്തും പറയാവുന്ന, എത്രയും മാപ്പു നൽകുന്ന കുമ്പസാരക്കൂട് പോലെ ചില മനുഷ്യരുണ്ട്. കുറേയൊന്നും വേണ്ട, അങ്ങനെ ഒരാൾ മതി. ജീവിതം ഉണങ്ങില്ല. നല്ല മനുഷ്യർക്ക് അவ்விധമുള്ള സ്നേഹമൊരുക്കുമെന്ന് വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ പറയുന്നുണ്ട്. തെറ്റായൊരു ബന്ധത്തിലേക്ക് ഭർത്താവ് പിഴച്ചു. കാറപകടത്തിൽപ്പെട്ട് മരണാസന്നനായപ്പോൾ പ്രിയപ്പെട്ടവളോട് ആ ബന്ധം അയാൾ വെളിപ്പെടുത്തി. നീ എനിക്ക് മാപ്പ് തരില്ലേ എന്ന് ചോദിച്ചു. അവൾ കരഞ്ഞു. അയാളുടെ നെറ്റിയിൽ കൈവച്ച് പറഞ്ഞു, നിങ്ങൾക്കല്ലാതെ ആർക്കാണ് ഞാൻ മാപ്പു നൽകുക? ആ പാവം പെണ്ണിൻ്റെ മനസ്സാണ് കുന്നിനു മുകളിലെ കെടാവിളക്ക്. എത്രയൊക്കെ നമ്മൾ ഉപദ്രവിച്ചാലും കൊണ്ടുപോയി വലിച്ചെറിഞ്ഞാലും തിരികെ വന്ന് മുട്ടിയുരുമുന്ന പൂച്ചക്കുഞ്ഞിനെ പോലെ ചില മനുഷ്യർ. സ്നേഹമാണ് ജീവിക്കാനുള്ള മരുന്ന്. വീടും വസ്ത്രവും ഭക്ഷണവും മാത്രം പോരാ, നല്ല സ്നേഹം കൂടി വേണം. നല്ല ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? കിട്ടുന്ന ഭക്ഷണം കഴിക്കും. നല്ല സ്നേഹം കിട്ടിയില്ലെങ്കിലോ? കിട്ടുന്ന സ്നേഹം ആസ്വദിക്കാൻ തുടങ്ങും. കൂടെയുള്ള ഒരു മനുഷ്യനും അങ്ങനെയൊരു അവസ്ഥയുണ്ടാകരുത്. അത്രയേ ഉള്ളൂ. റൂമി പറയുന്നുണ്ട്, മണ്ണിന് നനവ് വേണം, ആകാശത്തിന് നീലിമ, കടലിന് ശാന്തത, കാറ്റിന് നൈർമല്യം, പൂവിന് സുഗന്ധം, മനുഷ്യന് സ്നേഹം. സ്നേഹിക്കുക, വീണ്ടും സ്നേഹിക്കുക, തടഞ്ഞു നിർത്താനാകാത്ത വിധം സ്നേഹിക്കുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നന്ദി.